ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ 4th സ്റ്റാൻഡേർഡ് മലയാളം ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാകും. ഞാവൽക്കാട് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും കാടിൻ്റെ പ്രത്യേകതകൾ, കാടിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഒക്കെ നമ്മൾ പരിസര പഠനത്തിലും ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് മലയാളത്തിലും കാടിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാവൽക്കാട്ടിൽ തീ പടർന്നോ? ഇല്ല, നാവൽക്കാട്ടിൽ തീ പടരാതെ രക്ഷപ്പെട്ടു. എന്നാൽ നാവൽക്കാട്ടിൽ തീ പടർന്നിരുന്നുവെങ്കിൽ ഏതൊക്കെ മൃഗങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക? നമുക്ക് പറഞ്ഞു നോക്കിയാലോ. ആന, മാൻ, മുയൽ, കരടി, ചെന്നായ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലേ. നാവൽക്കാട്ടിലെ തീ പക്ഷികൾക്ക് ഏറെ വിഷമമുണ്ടാക്കി. തീ പടർന്നിരുന്നെങ്കിൽ മറ്റേതൊക്കെ ജീവികൾക്കാണ് പ്രയാസമുണ്ടാവുക? ആന, പുലി, സിംഹം, മാൻ, കടുവ, ചെന്നായ, കുറുക്കൻ, മുയൽ തുടങ്ങിയ എല്ലാ കാട്ടുമൃഗങ്ങൾക്കും ചെറുജീവികൾക്കുമെല്ലാം കാട്ടുതീ പ്രയാസമുണ്ടാക്കുമായിരുന്നു. ചിലപ്പോൾ തേനീച്ചകളൊക്കെ, കാട്ടുതേനൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ കാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തേനീച്ചകളൊക്കെ കൂടുണ്ടാക്കി തേനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൊക്കെ പോകാറുണ്ട്. ആദിവാസികളൊക്കെ കാട്ടുതേൻ എടുക്കാറുണ്ട്. അപ്പോൾ തേനീച്ചകൾ, ചിലപ്പോൾ പൂമ്പാറ്റകൾ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ജീവികൾ, പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെയൊക്കെ വാസസ്ഥലം നഷ്ടപ്പെടും. ചിലപ്പോൾ അവരുടെയൊക്കെ ജീവൻ വരെ നഷ്ടപ്പെടും അല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് തീ പടർന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ആ കാട്ടുതീ പടർന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു. അഭിപ്രായം എഴുതാം. നാവൽക്കാട്ടിനു തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ തീരുമാനം ശരിയായിരുന്നോ? എന്തുകൊണ്ട്? ഒരിക്കലും ശരിയായ ഒരു തീരുമാനമല്ല. ശരിയാണോ? നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരിക്കലും ശരിയായ ഒരു തീരുമാനമല്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ളവർ വിഷമം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റിലുള്ളവർ, നമ്മുടെ നാട്ടുകാരൊക്കെ വിഷമം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം രക്ഷപ്പെടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഇവരെന്താ ശ്രമിച്ചത്? പ്രായമായവരെ കൊണ്ട്, മൂങ്ങകളിൽ പ്രായമായവരുണ്ട്, മുട്ടയിട്ടുങ്ങാണ്ട് അടിയിരിക്കുന്നവരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടിച്ചു പോകാൻ കഴിയില്ല. അവരെയും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രായമായവർക്ക് കൂടുതൽ ദൂരം പറക്കാനും ഉയരത്തിൽ പറക്കാനൊന്നും കഴിയില്ല. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊക്കെ പ്രയാസം. ആ മുട്ടയ്ക്ക് ഇളക്കം പറ്റിയാലൊക്കെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പിന്നെ വിരിയില്ല, മുട്ട പിന്നെ വിരിയില്ല. അപ്പം അത്തരക്കാരൊക്കെ നിസ്സഹായരായവർ, കാട് വിട്ട് പോകാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്, വൃദ്ധരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വിട്ട് ഈ ചെറുപ്പക്കാരായ നമുക്ക് ആരോഗ്യമുണ്ട്, അപ്പം നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് സ്വയം രക്ഷപ്പെടുന്ന ആ ഒരു രീതി ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കുട്ടികളെ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം. ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നിസ്സഹായരെയും പ്രായമായവരെയും രക്ഷപ്പെടാൻ കഴിയാത്തവരെയും തനിച്ചാക്കി പോവുക എന്നത് ഉചിതമായ കാര്യമല്ല. സ്വയം രക്ഷപ്പെടുക എന്നതല്ല ഒരു പൗരൻ്റെ ധർമ്മം, മറിച്ച് കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തുക എന്നതാണ്. അതുപോലെയാണല്ലേ നമ്മളിപ്പോൾ ഇവിടെ പൗരൻ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പക്ഷികളെയും ആൾക്കാരായിട്ട് ചിന്തിക്കുന്നവരായിട്ട്, അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കരുതുന്നത്. മൂങ്ങകൾ, അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ മൂങ്ങകൾ സ്വയം രക്ഷപ്പെടുന്നതോടൊപ്പം അവിടെയുള്ള മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണമെന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി ചെയ്യാനുള്ളൊരു പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്ററിൽ എന്തെല്ലാം വേണം? അനുയോജ്യമായ ചിത്രങ്ങൾ, ലേ ഔട്ട്, ആകർഷണീയമായ ഭാഷ, അർത്ഥവ്യാപ്തി. പോസ്റ്റർ തയ്യാറാക്കുക. അപ്പം അനുയോജ്യമായ ചിത്രങ്ങൾ വേണം, ലേ ഔട്ട് വേണം, ആകർഷണീയമായ ഭാഷ വേണം, അർത്ഥവ്യാപ്തി വേണം. പിന്നെയോ ചുരുങ്ങിയ വാക്കുകൾ. അല്ലാതെ നമ്മൾ കാടിനെ രക്ഷിക്കണം, കാട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി വലിച്ചെഴുതാൻ പാടില്ല. ചുരുക്കിയ വാക്കുകൾ, ഏറ്റവും കാച്ചിക്കുറുക്കിയ വാക്കുകൾ.
അങ്ങനെ പറയാം. കാച്ചിക്കുറുക്കിയ വാക്കുകൾ അതും കൂടി അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നഷ്ടമാകുന്ന പച്ചപ്പിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് പച്ചപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അവിടെ വരയ്ക്കേണ്ടത്. ഞാൻ ഫോണായതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പച്ചപ്പായിരിക്കണം നിങ്ങൾ, പച്ചപ്പ്, കാടിൻ്റെ പച്ചപ്പ് അല്ലേ, അതായിരിക്കും നിങ്ങളവിടെ വരച്ച് ചേർക്കേണ്ടത്. കാട് മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ കാടിൻ്റേതാണ്, കാടിൻ്റെ മക്കൾ. അപ്പോൾ ആരാണ് അമ്മയെ സംരക്ഷിക്കേണ്ടത്? മനുഷ്യരാണ്. മനുഷ്യർ കാടിൻ്റെ മക്കളാണ്. മനുഷ്യർ കാട്ടിലാണ് ജീവിച്ചിരുന്നത്. കാടിൻ്റെ മക്കളാണ് ആര്? മനുഷ്യർ. അപ്പോൾ മനുഷ്യർ കാടിനെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് മനുഷ്യർക്കുള്ളത്, നശിപ്പിക്കേണ്ടതല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാക്കുകളിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാട് മനുഷ്യൻ്റെ അമ്മയാണ്, മനുഷ്യൻ കാടിനെ സംരക്ഷിക്കേണ്ട, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ചുരുങ്ങി കാച്ചിക്കുറുക്കിയെടുത്ത വാക്കുകൾ. പിന്നെ ചിത്രങ്ങളും ലേഔട്ടൊക്കെ നിങ്ങൾ കൊടുക്കണം. ഫോണിലായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പോസ്റ്റർ ഉണ്ടാക്കുക. കാട് മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ കാടിൻ്റേതാണ്, കാടിൻ്റെ മക്കൾ. അപ്പോൾ ഇതുപോലെ ചുരുക്കം വാക്കുകൾ ഉപയോഗിക്കണം, ചിത്രങ്ങൾ വരയ്ക്കണം, ലേഔട്ട് വേണം. അങ്ങനെ ഒരുപാട് അർത്ഥവ്യാപ്തി, ഞാൻ പറഞ്ഞല്ലോ അർത്ഥവ്യാപ്തി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കണം. 8075324835 8075324835. ഓക്കെ, താങ്ക് യു.